ചാവ് പോരാട്ടം നടക്കുന്ന ദിവസം വന്നെത്തി. ബലഹീനരായ അടിമകളെ അധികാരികൾക്ക് വെട്ടിയെറിയാനുള്ള ഒരു വിനോദം മാത്രമായിരുന്നു അത്. അന്ന് പോരാട്ടത്തിനുള്ള മൈതാനം ജനസാഗരമായി മാറി. എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ്. പെട്ടെന്ന് കിഴക്കൻ കവാടം തുറന്നു. അവിടെ ശ്യാമളദേശത്തെ രാജകുമാരി പാർവണയുടെ രഥമെത്തി. അവൾ ഒറ്റയ്ക്കല്ല വന്നത്. അവളുടെ കൂടെ കറുത്ത വസ്ത്രം ധരിച്ച ആയിരക്കണക്കിന് ഭടന്മാരുണ്ടായിരുന്നു. അവർ കൂലിപ്പടയാളികളല്ല, മറിച്ച് അടിമത്തത്തിൽ നിന്നും അവൾ മോചിപ്പിച്ച വ്യത്യസ്തരായ പോരാളികളാണ്. പാർവണിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായവർ. പാർവണ രഥത്തിൽ നിന്നും ഇറങ്ങി. വെള്ളി നിറമുള്ള മുടിയും തീക്ഷ്ണമായ കണ്ണുകളുമുള്ള അവൾക്ക് ചുറ്റും ഒരു വല്ലാത്ത പ്രഭാവലയം ഉണ്ടായിരുന്നു. അവൾ നടക്കുമ്പോൾ ജനങ്ങൾ തലകുനിച്ചു. അവൾ അടിമകളെ നോക്കുമ്പോൾ ഒരു അമ്മയുടെ വാത്സല്യവും അഹങ്കാരികളായ പ്രഭുക്കന്മാരെ നോക്കുമ്പോൾ കൊടും തീയുടെ ചൂടും അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അവൾ അടിമകളെ സ്വതന്ത്രരാക്കുന്നവളാണ്, ചങ്ങലകൾ തകർക്കുന്നവളാണ്. മൈതാനത്തിന്റെ നടുവിൽ നിൽക്കുന്ന നീലനെ അവൾ ഉറ്റുനോക്കി. ആ നിൽക്കുന്നത് വെറും ഒരു പോരാളിയല്ല. അഗ്നിയിൽ കുളിച്ചു നിൽക്കുന്ന ഡ്രാഗണെ പോലെ അവൻ എന്തോ പ്രത്യേകതയുണ്ട്. അവൻ ഒറ്റയ്ക്കാണ്, പക്ഷേ അവന്റെ നിഴലിൽ ഒരു വലിയ സൈന്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ലോകം അവനെ ഒരു അടിമ എന്ന് വിളിച്ചു. അവകാശങ്ങളൊന്നുമില്ലാത്ത വെറും ഒരു അനാഥനെന്ന് മുദ്രകുത്തി. സത്യം എന്നേക്കുമായി കുഴിച്ചു മൂടാമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ ചിറകുകൾ അരിഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഡ്രാഗണിനെ കൊല്ലാൻ കഴിയില്ലെന്ന് അവരറിഞ്ഞില്ല. പുറത്ത് മഞ്ഞ് വീഴ്ച കനക്കുകയാണ്. ലോകം അവനെ മറന്നുവെന്ന് കരുതിയ നിമിഷം നീലൻ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്ന ആ പഴയ താണിയോല ഗ്രന്ഥത്തിലേക്ക് നോക്കി. അത് വെറും ഒരു പുസ്തകമായിരുന്നില്ല, അവന്റെ അച്ഛന്റെ ആത്മാവായിരുന്നു അത്. നൂറ്റാണ്ടുകളായി ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ ആ വരികൾക്കിടയിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അച്ഛാ, എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ പറഞ്ഞ കഥയിലെ നായകൻ ഞാനല്ല. ഞാൻ വെറും ഒരു തോറ്റവനാണ്. ഈ തടവറയിലെ തണുപ്പിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എന്റെ രക്തത്തിനൊന്നും കഴിയില്ല എന്ന് തിരിച്ചറിവാണ്. നോക്കൂ, എന്റെ കൈകൾ വിറയ്ക്കുന്നു. ഒരു വാൾ പിടിക്കാൻ പോലും എനിക്ക് ത്രാണിയില്ല. പിന്നെ എങ്ങനെ ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കും? നീലന്റെ കണ്ണീർ തുള്ളികൾ ആ ഗ്രന്ഥത്തിൽ വീണു. പെട്ടെന്നൊരു പഴയ ഓർമ്മ അവന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അവന്റെ അച്ഛൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ തീയിലൊരുകാത്ത സ്വർണ്ണമാണ് നീ. എന്നാൽ ഇപ്പോൾ ആ സ്വർണം മണ്ണിൽ കിടന്ന് തുരുമ്പെടുക്കുകയാണ്. നീലൻ എഴുന്നേറ്റു. ഭിത്തിയിൽ കത്തി നിൽക്കുന്ന പന്തത്തിൽ നിന്നും ഒരു തീപ്പൊരി താഴേക്ക് വീണു. ഇനി ഈ ഭാരം എനിക്ക് വേണ്ട. ഈ പ്രതീക്ഷകൾ എന്നെ കൊല്ലുന്നു. അച്ഛന്റെ ഓർമ്മകളും ഈ ഗ്രന്ഥങ്ങളും എല്ലാം ഇവിടെ നിന്ന് അവസാനിക്കട്ടെ. ഞാൻ ആരുമല്ല. നീലന് അമൂല്യമായ ഗ്രന്ഥം തീയിലേക്ക് അറിഞ്ഞു. കടലാസുകൾ കരിയുന്ന ഗന്ധം ആ മുറിയിൽ പടർന്നു. അവൻ മുട്ടുകുത്തി നിന്ന് ആ കാഴ്ച കണ്ടു. തന്റെ വംശത്തിന്റെ ചരിത്രം കത്തി അമർന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം നുറുങ്ങി. എന്നാൽ പെട്ടെന്ന് തീജ്വാലകൾക്ക് നടുവിൽ ഒരു അനക്കം. ചാരത്തിൽ നിന്നും സ്വർണ്ണ നിറമുള്ള പുക ഉയർന്നു. അത് പുകയായിരുന്നില്ല, ലക്ഷക്കണക്കിന് ചെറിയ സ്വർണ്ണ ഇലകളായിരുന്നു. ആ സ്വർണ്ണ ഇലകൾ ഒരു ചുഴലിക്കാറ്റ് പോലെ നീലനെ വലയം വെച്ചു. അത് അവന്റെ തൊലിപ്പുറത്ത് ഒട്ടിപ്പിടിച്ചു. കഠിനമായ വേദനയിൽ അവൻ പുളഞ്ഞു. എന്റെ നെഞ്ച്! സാധാരണ മനുഷ്യർ മരിച്ചു വീഴുന്ന ആ ചൂട് പക്ഷേ നീലന്റെ ശരീരം സ്വീകരിക്കുകയായിരുന്നു. ദിവ്യ ശരീര ശുദ്ധീകരണ വിദ്യ നടക്കുകയാണ്. അവന്റെ രക്തത്തിലെ അടിമത്തത്തിന്റെ അഴുക്കുകൾ ആ തീയിൽ വെന്തുപോയി. അവന്റെ പേശികൾ മുറുകി. തടവറയിലെ ഇരുട്ടിൽ രണ്ട് നീല നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ അവന്റെ കണ്ണുകൾ തുറന്നു. അത് പഴയ നീലനായിരുന്നില്ല. ആരാണ് നീലനെ തുറങ്കിലടച്ചത്? ആരായിരുന്നു അവന്റെ അച്ഛൻ? നീലന്റെ ശരീരത്തിൽ കയറിയ ഈ പുതിയ ശക്തി അവനെ നിയന്ത്രിക്കുമോ, അതോ അവൻ ആ ശക്തിയെ നിയന്ത്രിക്കുമോ? അതറിയുവാൻ മഹാഗാഥ എന്ന ഈ എപ്പിക് ഫാന്റസി കഥ തുടർന്ന് കേൾക്കൂ. കാസിൽ ബ്ലാക്കിനെ അനുസ്മരിപ്പിക്കുന്ന കോട്ടയുടെ പരിശീലന മൈതാനം. മുകളിൽ നിന്ന് മഞ്ഞ് വീഴുന്നുണ്ട്. താഴെ ചെളി നിറഞ്ഞ നിലം. നൂറുകണക്കിന് അടിമകളെ അവിടെ നിരത്തി നിർത്തിയിരിക്കുകയായിരുന്നു. അവർക്ക് നടുവിൽ ഭീമാകാരനായ ധീരജ് നിൽക്കുന്നു. അവന്റെ കയ്യിൽ കൂർത്ത ആണികൾ തറച്ച ഒരു ഗദയുണ്ട്. അവന് മുന്നിൽ മെലിഞ്ഞ ശരീരവുമായി നീലൻ നിൽക്കുന്നു. എല്ലാവരും നോക്ക്, നമ്മുടെ രാജകുമാരൻ യുദ്ധത്തിന് വന്നിരിക്കുന്നു. ഇവന്റെ അച്ഛൻ ഇവനെ പെറ്റത് യുദ്ധം ചെയ്യാനല്ല, നമ്മുടെ കാല് കഴുകാനാണ്. എടാ നീല, നിന്റെ അമ്മയെ വിളിച്ച് കരയടാ. ചുറ്റും നിന്നവർ ഭയത്തോടെ ചിരിച്ചു. ധീരജാഗ്രത വായുവിൽ ചുഴറ്റി. അവന്റെ ഉദ്ദേശം നീലനെ തോൽപ്പിക്കുക എന്നതല്ല, മറിച്ച് അവനെ വികൃതമാക്കുക എന്നതാണ്. ധീരജ് പാഞ്ഞു വന്നു. ഗദ നീലന്റെ തല ലക്ഷ്യം വെച്ച് വീശി. നീലൻ അനങ്ങിയില്ല. അവസാന നിമിഷം അവൻ തല ചരിച്ചു. ഗദ അവന്റെ ചെവിക്കരികിലൂടെ പാഞ്ഞുപോയി. ഓ, നിനക്ക് ഒഴിഞ്ഞു മാറാനും അറിയാമോ? എങ്കിൽ ഇത് മേടിച്ചോ. ധീരജ് വീണ്ടും ആക്രമിച്ചു. ഇത്തവണ നീലന്റെ നെഞ്ചിൽ ഗദ പതിച്ചു. നീലൻ പുറകോട്ട് തെറിച്ചു വീണു. ചെളിയിൽ മുഖം അമർന്നു. വേദന കൊണ്ട് അവന്റെ ശ്വാസം നിലച്ചുപോയി. ധീരജ് അവന്റെ അടുത്തെത്തി നീലന്റെ മുടിക്കുത്തിൽ പിടിച്ചുപൊക്കി. നിന്റെ അച്ഛൻ മരിച്ചതും ഇതുപോലെ കരഞ്ഞുകൊണ്ടാണ്. ആ വാക്കുകൾ നീലന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മൃഗത്തെ ഉണർത്തി. ജീവശക്തി ചക്രം അവന്റെ നട്ടെല്ലിലൂടെ പാഞ്ഞു കയറി. നീലൻ ധീരജിന്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ധീരജ് ഞെട്ടിപ്പോയി. ഒരു ഇരുമ്പു ചങ്ങലം മുറുകുന്നത് പോലെയുള്ള പിടി. എന്റെ അച്ഛനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നീലൻ ധീരജിനെ തള്ളി മാറ്റി. ആ തള്ളലിൽ ധീരജ് 10 അടി ദൂരെ പോയി വീണു. മൈതാനം പെട്ടെന്ന് നിശബ്ദമായി. എപ്പോഴും തല കുനിച്ച് നിൽക്കുന്ന നീലനല്ല ഇത്. അവന്റെ മുഖത്ത് ചോര പടർന്നിട്ടുണ്ടെങ്കിലും കണ്ണുകളിൽ കാണുന്നത് തോൽവി സമ്മതിക്കാത്ത ഒരു ചെന്നായിയുടെ തിളക്കമാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് തന്റെ മുറിവുകൾ തുടച്ചു. ആ മുറിവുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നത് കണ്ട് ചിലർ അത്ഭുതപ്പെട്ടു. ആരാണ് ധീരജ്? അവൻ എന്തിനാണ് നീലനെ ഉപദ്രവിക്കുന്നത്? ഈ സംഭവം കോട്ടയിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോട്ടയുടെ നടുമുറ്റം ക്രൂരനായ ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണൻ അവിടെ നിൽക്കുന്നു. നീലൻ ധീരജിനെ തോൽപ്പിച്ച വിവരം അയാൾ അറിഞ്ഞിരുന്നു. നീലനെ ഒരു പാഠം പഠിപ്പിക്കാൻ ബാലകൃഷ്ണൻ തീരുമാനിച്ചു. നീലനെ ബന്ധിക്കാൻ വലിയ ചങ്ങലകളുമായി അയാൾ കാത്തുനിന്നു. നീലൻ അവിടേക്ക് കടന്നു വന്നപ്പോൾ ബാലകൃഷ്ണന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ആഹാ, വീരനെത്തിയല്ലോ. ധീരജിനെ തള്ളിയിട്ടാൽ നീ വലിയ ആളാകില്ലടാ. നിന്റെ സ്ഥാനം എന്റെ ചെരുപ്പിന്റെ കീഴിലാണ്. ഇങ്ങോട്ട് വാടാ. ബാലകൃഷ്ണൻ നീലന്റെ കഴുത്തിൽ ചങ്ങലയിട്ട് മുറുക്കി. നീലൻ ശ്വാസം കിട്ടാതെ കിടന്നു. അവിടെ കൂടി നിന്ന നീലന്റെ തടവറ സുഹൃത്തുക്കൾ കരയാൻ തുടങ്ങി. എന്നാൽ ആരും സഹായിക്കാൻ വന്നില്ല. കണ്ടോടാ എല്ലാവരും, ഇവനാണ്
ഇവനാണ് നിങ്ങളുടെ ഭാവി രാജാവ് എന്ന് പറയുന്നവൻ. ഇവൻ വേറൊരു അടിമയാണ്. ഇവന്റെ വിധി ഈ ചങ്ങലകളിൽ കിടന്ന് മരിക്കാനാണ്. ബാലകൃഷ്ണൻ ആ ചങ്ങലയിൽ വലിച്ച് നീലനെ നിലത്തിഴച്ചു. നീലന്റെ മുട്ടുകൾ പൊട്ടി ചോര ഒഴുകി. പെട്ടെന്ന് ബാലകൃഷ്ണൻ നീലന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ആ നിമിഷം കാലം നിശ്ചലമായി. നീലന്റെ ഉള്ളിൽ നിന്നും ഒരു ഗർജനമുയർന്നു. എല്ലാവരും നോക്കി നിൽക്കെ നീലൻ എഴുന്നേറ്റു. അവന്റെ കഴുത്തിലെയും കൈകളിലെയും ചങ്ങലകൾ വെണ്ണ പോലെ ഉരുകി താഴെ വീണു. ഞാൻ അടിമയല്ല, ഞാൻ നീലകണ്ഠൻ തമ്പിയാണ്. ഈ രാജ്യത്തെ മുൻ രാജാവ് വീരേന്ദ്രൻ തമ്പിയുടെ മകൻ, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ കിരീടാവകാശി. നീലൻ ബാലകൃഷ്ണന്റെ അടുത്തേക്ക് നടന്നു. ബാലകൃഷ്ണൻ ഭയം കൊണ്ട് പുറകോട്ട് മാറി. നീലൻ അവന്റെ കോണിൽ പിടിച്ചു പൊക്കി. ബാലകൃഷ്ണന്റെ കാലുകൾ നിലത്തുനിന്നും ഉയർന്നു. ഇത്രയും നാൾ ഞാൻ സഹിച്ചു, പക്ഷെ ഇനി എന്റെ ദേഹത്തൊരു കൈ വീണാൽ അത് വെട്ടിയെടുക്കാൻ എനിക്ക് മടിയില്ല. നീലൻ അയാളെ വലിച്ചെറിഞ്ഞു. ബാലകൃഷ്ണൻ ഒരു പാവയെ പോലെ ദൂരെ തെറിച്ചു വീണു. കൂടി നിന്ന മറ്റടിമകൾ ഭയത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും നീലനെ നോക്കി. അവർക്ക് മുന്നിൽ നിൽക്കുന്നത് അവരുടെ രക്ഷകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. വടക്ക് നിന്നുള്ള കാറ്റ് നീലനെ തഴുകി കടന്നുപോയി. ബാലകൃഷ്ണന്റെ പതനം ഭരണകൂടത്തെ എങ്ങനെ ബാധിക്കും? നീലൻ തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയത് അപകടം ക്ഷണിച്ചു വരുത്തുമോ? അടിമകൾ നീലനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിക്കുമോ? രാജകൊട്ടാരത്തിലെ ഇരുണ്ട ഇടനാഴി, ഗൂഢാലോചനകൾക്ക് സാക്ഷ്യം വഹിച്ച ചുവരുകൾ. അവിടെ രാജാവ് മഹേന്ദ്രനും മകൻ ചന്ദ്രരത്തനും നിൽക്കുന്നു. അവരുടെ മുഖത്ത് ഭീതിയും പകയും നിഴലിക്കുന്നു. നീലൻ ജീവനോടെ ഇരിക്കുന്നത് അവർക്ക് ഭീഷണിയാണ്. അവൻ വെറും ഒരു ചക്കനല്ല ചന്ദ്രദത്ത. അവന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്റെ ചേട്ടൻ വീരേന്ദ്രന്റെ അതേ നോട്ടമാണ്. അവൻ ആ ചങ്ങല പൊട്ടിച്ചത് കണ്ടവർ പറഞ്ഞത് സാധാരണ മനുഷ്യർക്ക് അത് കഴിയില്ലെന്നാണ്. അവൻ ജീവിച്ചിരുന്നാൽ നമ്മുടെ അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പാണ്. അച്ഛനെന്തിനാ പേടിക്കുന്നത്? അവനൊരു മൃഗത്തെ പോലെ ശക്തി ഉണ്ടാവും, പക്ഷെ ബുദ്ധിയില്ല. അവന് നമുക്ക് ഒരു ചാവ് പോരാട്ടത്തിന് വിളിക്കാം. ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവൻ അരിഞ്ഞു തള്ളണം. അവന്റെ ചോര വീണി മണ്ണ് കുതിരണം. അതെനിക്ക് വേണ്ടത്. സൂക്ഷിക്കണം. അവനെ കൊന്നാൽ മാത്രം പോരാ, അവന്റെ ഓർമ്മ പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ക്കണം. നാളെ നടക്കുന്ന പോരാട്ടം വെറും മത്സരമല്ല, അതൊരു കുരുതിയാണ്. പണ്ട് അവന്റെ അച്ഛനെ കുരുതി കൊടുത്ത് ഞാൻ ഈ രാജ്യം സ്വന്തമാക്കിയതുപോലെ അവനെ നമുക്ക് വീഴ്ത്തണം. അവർ രണ്ടുപേരും ചേർന്ന് നീലന്റെ മരണത്തിനുള്ള കരാർ ഒപ്പിട്ടു. ചന്ദ്രദത്തൻ തന്റെ വിഷം പുരട്ടിയ വാൾ പുറത്തെടുത്തു. അവനത് നാക്കിൽ തൊട്ടു നോക്കി. വരാൻ പോകുന്ന രക്തത്തിന്റെ രുചി അറിയാനാണെന്ന പോലെ. ചാവ് പോരാട്ടം നടക്കുന്ന ദിവസം വന്നെത്തി. പെട്ടെന്ന് കിഴക്കൻ കവാടം തുറന്നു. അവിടെ ശ്യാമളദേശത്തെ രാജകുമാരി പാർവണയുടെ രഥമെത്തി. മഹേന്ദ്രൻ അവൾക്കിരിക്കാൻ തന്റെ അടുത്തായി സിംഹാസനം ഒരുക്കിയിരുന്നു. എന്നാൽ അവൾ അത് നിരസിച്ചു. ഞാൻ ഇരിക്കേണ്ടത് എന്റെ ജനങ്ങളുടെ കൂടെയാണ്, അല്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കുന്നവരുടെ കൂടെയല്ല. അവൾ സാധാരണ ജനങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെ ഒരു അടിമയെ ഭടൻ ഉപദ്രവിക്കുന്നത് അവൾ കണ്ടു. അവൾ ഒന്നും മിണ്ടിയില്ല, വെറുതെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ തീവ്രതയിൽ ആ ഭടൻ വിറച്ചുപോയി. അവൻ കയ്യിലെ ചാട്ടവാർ താഴെയിട്ടു. മൈതാനത്തിന്റെ നടുവിൽ നിൽക്കുന്ന നീലനെ അവൾ ഉറ്റുനോക്കി. ആ നിൽക്കുന്നത് വെറും ഒരു പോരാളിയല്ല, അഗ്നിയിൽ കുളിച്ചു നിൽക്കുന്ന ഡ്രാഗണെ പോലെ അവൻ എന്തോ പ്രത്യേകതയുണ്ട്. പാർവണ നീലന്റെ പക്ഷം ചേരുമോ അതോ നിഷ്പക്ഷയായി നിൽക്കുമോ? അവളുടെ വരവ് മഹേന്ദ്രന്റെ പദ്ധതികളെ തകിടം മറിക്കുമോ? നീലൻ എങ്ങനെയാകും ചാവ് പോരാട്ടത്തെ അതിജീവിക്കുക? അന്തരീക്ഷത്തിൽ മരണ നിശബ്ദത. ചന്ദ്രദത്തൻ സർവ്വ ആയുധങ്ങളുമായി നീലന് മുന്നിൽ നിന്നു. നീലന്റെ കയ്യിൽ ആയുധങ്ങളില്ല. അവൻ ശാന്തനാണ്. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. നിന്റെ അവസാന ശ്വാസം വലിച്ചോടാ. ഇന്ന് നിന്റെ തല എന്റെ വാളിന്റെ തുമ്പിൽ ഞാൻ കോർക്കും. നീ യുദ്ധം ചെയ്യുന്നത് എന്നോടല്ല, വിധിയോടാണ്. പിടിച്ചു പറിക്കുന്നതൊക്കെ എന്നും വെച്ചനുഭവിക്കാൻ കഴിയുമെന്ന് കരുതുകയാണെങ്കിൽ നിനക്ക് തെറ്റി. ചന്ദ്രദത്തൻ അലറിക്കൊണ്ട് പാഞ്ഞു വന്നു. അവന്റെ വാൾ നീലന്റെ കഴുത്തിന് നേരെ വീശി. ജനം നിലവിളിച്ചു. എന്നാൽ അത്ഭുതം സംഭവിച്ചു. നീലൻ കൈ ഉയർത്തി. ആ വാൾ അവന്റെ കൈത്തണ്ടയിൽ തട്ടി നിന്നു. നീലന്റെ തൊലി മുറിഞ്ഞില്ല. പകരം അവിടെ നിന്നും വെളുത്ത തീപ്പൊരികൾ പാറി. നീലന്റെ ശരീരം വിറച്ചു. നവനാഗ കലശം പൂർണ്ണമായി ഉണർന്നു. വെളുത്ത നിറമുള്ള തീജ്വാലകൾ അവന്റെ ശരീരത്തിൽ പൊതിഞ്ഞു. ആ തീയിൽ അവന്റെ വസ്ത്രങ്ങൾ കരിഞ്ഞില്ല. ആ കാഴ്ച കണ്ട പാർവണ എഴുന്നേറ്റ് നിന്നു. അവൾക്ക് ആ കാഴ്ച പരിചിതമായിരുന്നു. തീയിൽ കുളിച്ചു നിൽക്കുന്ന രാജകീയ രക്തം. എന്നാൽ മഹേന്ദ്രൻ ഭയം കൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റില്ല. നിന്റെ സമയം കഴിഞ്ഞു, ഇനി ശൈത്യകാലമാണ്. നീലൻ വായുവിൽ ഒരു പ്രഹരമേൽപ്പിച്ചു. കൈ തൊടാതെ തന്നെ വായുവിന്റെ മർദ്ദം കൊണ്ട് ചന്ദ്രദത്തൻ 100 അടി ദൂരെ തെറിച്ചുപോയി. മൈതാനത്തെ മതിലുകൾ വിറച്ചു. ആകാശത്തെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. നീലൻ അവിടെ നിന്നത് ഒരു മനുഷ്യനായിട്ടല്ല, ഒരു ദൈവത്തെ പോലെയാണ്. അവന്റെ നീല കണ്ണുകളിൽ നോക്കാൻ പോലും ആർക്കും ധൈര്യം വന്നില്ല. ഈ ശക്തി പ്രകടനം കണ്ട് ജനം നീലനെ രാജാവായി അംഗീകരിക്കുമോ? പാർവണ നീലനുമായി സഖ്യം ചേരുമോ? അതോ അവൾക്ക് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ? തോൽവി ഉറപ്പായ മഹേന്ദ്രനും ചന്ദ്രദത്തനും ഇനി എന്ത് ചെയ്യും? മഹാഗാഥ എന്ന ഈ എപ്പിക് ഫാന്റസി ഓഡിയോ സീരീസ് കേൾക്കാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് FM ആപ്പ്. പോക്കറ്റ് FM നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ താഴെ കാണുന്ന ഇൻസ്റ്റാൾ നൗ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ.